നമസ്കാരം. ഹൈന്ദവ പാരമ്പര്യത്തിൽ ക്ഷൗരകർമ്മം എന്നാണ് നഖം വെട്ടുന്നതിനെ അറിയപ്പെടുന്നത്. ജ്യോതിഷ സാംസ്കാരിക നിയമങ്ങളാൽ നഖം മുറിക്കുന്നതിന് നല്ല ദിനങ്ങളും ദോഷം ദിനങ്ങളും സമയവും ഒക്കെ നിർദ്ദേശിച്ചിരിക്കുന്നു. ശുഭകരമായ ദിവസങ്ങളിൽ നഖം വെട്ടുന്നത് നല്ലതായി കാണുന്നു. നമ്മുടെ സമ്പത്ത്, ബുദ്ധിശക്തി, ഭാഗ്യം, വിജയം, പ്രശസ്തി, സമൃദ്ധമായ യാത്ര എന്നിവ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ദോഷം ദിനങ്ങളിൽ നഖം വെട്ടുന്നതോ അത് ഗ്രഹശക്തികളെ ഉത്തേജിപ്പിക്കുകയും തടസ്സങ്ങളും കടങ്ങളും ദൗർഭാഗ്യവും ക്ഷണിച്ചു വരുത്തുമെന്നുമാണ് വിശ്വാസം. തിങ്കളാഴ്ച അംഗീകരിക്കാവുന്നൊരു ദിവസം ആണ്. എന്നാലും ബുധനാഴ്ചയോളവും വെള്ളിയാഴ്ചയോളവോ വരില്ല. പറ്റുമെങ്കിൽ ബുധനാഴ്ച തന്നെ എല്ലാ ആഴ്ചയിലും നഖം വെട്ടുമ്പോൾ ബുധനാഴ്ച നഖം വെട്ടാൻ ശ്രദ്ധിക്കുക. ഇനി ദോഷകരമെന്ന് വിശ്വസിക്കുന്ന ദിവസങ്ങളാണ് ചൊവ്വാഴ്ച. ഇത് രക്തത്തെയും തീയെയും പ്രതിനിധീകരിക്കുന്ന ചൊവ്വയുമായി ബന്ധപ്പെട്ട ദിവസമാണ്. ഈ ദിവസം നഖം മുറിക്കുന്നത് ഗ്രഹശക്തികളെ ഉത്തേജിപ്പിച്ച് തടസ്സങ്ങൾ, കടങ്ങൾ അല്ലെങ്കിൽ ദൗർഭാഗ്യം ക്ഷണിച്ചു വരുത്തുമെന്ന് വിശ്വസിക്കുന്നു. വ്യാഴാഴ്ചയും വ്യത്യാസമല്ല. വ്യാഴാഴ്ച ഗുരുവിന്റെ ആധിപത്യമുള്ള ദിവസമാണ്. ജ്ഞാനം, പഠനം, ആത്മീയ അനുഗ്രഹങ്ങൾ എന്നിവയുടെ ഊർജം സംരക്ഷിക്കുന്നതിന് നഖങ്ങൾ വെട്ടിമാറ്റുന്നത് ഒഴിവാക്കാറാണ് പതിവ്. ശനിയാഴ്ച നഖം മുറിക്കുവാനേ പാടില്ല. കാരണം ശനിയാഴ്ച ശനി ഭഗവാൻ ഭരിക്കുന്ന ദിവസമാണ്. ഈ ദിവസം നഖമോ മുടിയോ മുറിക്കുന്നത് നെഗറ്റീവ് എനർജി ക്ഷണിച്ചു വരുത്തുമെന്നും മനസ്സിനെ ആത്മീയ ശ്രദ്ധയിൽ നിന്ന് വ്യതിചലിപ്പിക്കുമെന്നും വിശ്വസിക്കുന്നു. ഞായറാഴ്ച സൂര്യനുമായി ബന്ധപ്പെട്ട ദിവസമായതിനാൽ വ്യക്തിപരമായ ചൈതന്യം ദുർബലമാകുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിനാൽ ഞായറാഴ്ചയും നഖം വെട്ടുന്നത് ഒഴിവാക്കുക. ഏത് സമയമാണ് നഖം വെട്ടാൻ ഏറ്റവും ഉചിതമായിട്ടുള്ളത്? സൂര്യാസ്തമയത്തിന് ശേഷമോ രാത്രിയിലോ ഒരു കാരണവശാലും നഖം മുറിക്കുവാൻ പാടില്ല. കേരളത്തിലെ വളരെ ശക്തമായ ഒരു വിശ്വാസമാണിത്. ഇതിന്റെ കാരണമായി പറയുന്നത് വൈകുന്നേരങ്ങളിൽ ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിനുള്ള പുണ്യ സമയമാണ്. ആ സമയത്ത് നഖം വെട്ടുന്നത് നിർഭാഗ്യം കൊണ്ടുവരുമെന്നും നെഗറ്റീവ് ഊർജങ്ങളെ ക്ഷണിച്ചു വരുത്തുമെന്നും കരുതപ്പെടുന്നു. ഇതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്തെന്നാൽ നമുക്ക് ലഭിക്കേണ്ട എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതെ പോവുകയും വീട്ടിൽ അനർത്ഥങ്ങളും കലഹങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു. ദാരിദ്ര്യവും കടങ്ങളും ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നു. മറ്റു ദിവസങ്ങൾ നഖം വെട്ടുന്നതിന് ഉചിതമല്ലാത്ത മറ്റു ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അമാവാസി, പൂർണിമ, ഏകാദശി, ഉപവാസ ദിനങ്ങൾ ഇതുപോലുള്ള ദിവസങ്ങളിലൊന്നും നഖം വെട്ടാനോ മുടി മുറിക്കുവാനോ പാടില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന നമ്മുടെ രാമായണ മാസം. രാമായണ മാസത്തിൽ ദിവസവും ശുചിത്വത്തോടെ രാമായണം വായിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ മാസം നഖം മുറിക്കുവാനും മുടി മുറിക്കുവാനും പാടുള്ളതല്ല. ഇതൊക്കെയാണ് നഖം വെട്ടുന്നതിനെ പറ്റിയുള്ള ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട നിയമാവലികൾ. ഈ ചാനലിൽ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതായത് ഈ വെട്ടിയ നഖം എന്ത് ചെയ്യണം? അവ ഒരിക്കലും വീട്ടിലെ അലക്ഷ്യമായി വലിച്ചെറിയാനോ ഉപേക്ഷിക്കാനോ പാടില്ല. വെട്ടിയ നഖം വീട്ടിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് കടങ്ങൾ വർദ്ധിക്കാനും സാമ്പത്തിക പിന്നോക്കത്തിനും കാരണമാകുന്നു. ഒരിക്കലും അങ്ങനത്തെ ഒരു വീട്ടിൽ സാമ്പത്തിക മുന്നോക്കം ഉണ്ടാവില്ല. അതിനാൽ വെട്ടിയ നഖം എന്തു വേണമെന്ന് വെച്ചാൽ അതിനെ ഒരു പേപ്പറിലോ ടിഷ്യൂ പേപ്പറിലോ പൊതിഞ്ഞെടുത്ത് വീട്ടിന്റെ ഏറ്റവും അറ്റം, നമ്മുടെ പരിസരങ്ങളുടെ ഏറ്റവും ഒരറ്റത്ത് കൊണ്ട് ഇടുക. അല്ലെങ്കിൽ അത് മണ്ണ് വെട്ട് മൂടിയാലും മതിയാവും. അപ്പൊ ഇതുവരെ നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ എന്തായാലും മാറ്റി
ഈ ഒരു രീതിയിൽ നഖം വെട്ടുന്നത് ശീലമാക്കൂ. ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാവട്ടെ. ഓം നമോ നാരായണായ.